ആ കമ്മീഷണർ, കമ്മിറ്റി കൺവീനർ ആയിട്ട് ഒരാളെ എടുത്തില്ലേ? മേഡമോ ഇടവമോ ഏതാ സ്ത്രീ? ഇന്ദിരാശങ്കർ. ഇവിടുത്തെ വിശ്വഭാരതി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ നടത്തുന്നവരാണ്. വേറെ എക്സ്പോർട്ട്, സീ ഫുഡ് തുടങ്ങിയ പല ബിസിനസ്സും ഉണ്ട്. ഓഹോ. ഏതായാലും ലഹളക്കാരെ സമാധാനമായി നേരിടാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. കർശനമായി ആക്ഷൻ എടുക്കണം. സർ, സഹദേവന്റെ ഇവിടുത്തെ ചാരായക്കട മാറ്റാൻ അമ്പലമുണ്ട് പള്ളിയുണ്ടെന്നും പറഞ്ഞ് ബഹളം ഉണ്ടാക്കിയ പൗരസംഘത്തിന്റെ നേതാവാണിവൻ. ഇല്ല, ഇടിച്ചിവന്റെ എല്ലൊടിക്കണം. ഒരു ന്യായമൊക്കെ കേൾക്കണ്ട. പോലീസ് കുപ്പായിട്ട് അവർക്ക് എന്ത് തോന്നിയാസം കാണിക്കാന്ന്? മിസ്റ്റർ ഹുസൈൻ, ആ കള്ള ഇമാർ ഇൻസ്പെക്ടർ വെടിവെപ്പി പരിക്ക് പറ്റി ആസ്പത്രി കിടക്കണോടുന്ന എന്റെ ഡ്രൈവറെ പിടിച്ചോടുന്നത് അത് എന്ത് കുറ്റത്തിനാണ് എനിക്ക് അറിയണം. ഞാൻ അന്വേഷിക്കാം. നിങ്ങൾ അന്വേഷിച്ചാലും വേണ്ടില്ല, തലകുത്തി മറിഞ്ഞാലും വേണ്ടില്ല, കോനെപ്പ വിട്ട് കിട്ടണം. ശരി, നമുക്ക് വഴിയുണ്ടാക്കാം. മിസ്റ്റർ ഹുസൈൻ സാഹിബ് ഇരിക്കൂ. ഇരിക്കണില്ല. ഒരു സീനിയർ ഓഫീസറുടെ മുറിയിലേക്ക് കടന്നു വരുന്ന ഇങ്ങനെയാണ്, ഒട്ടും മാനേജ് ഇല്ലാതെ. സോറി സർ. മേ ഐ കം ഇൻ സർ? എനിക്ക് എന്താ വേണ്ടത്? എന്നോട് അന്വേഷിക്കാതെ ലോക്കപ്പിൽ ഇരുന്ന പ്രതികളെ സാർ റിലീസ് ചെയ്തു. അവരിൽ ആശുപത്രിയിൽ കിടന്ന ഒരു രോഗിയടക്കം ബലം പ്രയോഗിച്ചല്ലേ ഇയാൾ അറസ്റ്റ് ചെയ്തത്? റൈറ്റിൽ പങ്കെടുത്ത പ്രതികളാണ് സാർ അവര്. കുറ്റം സംബന്ധിച്ച് അവർ ഏറ്റുപറഞ്ഞ കാര്യങ്ങളാണ് ഇതൊക്കെ. ഈ ലഹളയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച യോഗ്യന്മാർ ആരൊക്കെയാണെന്നത് അടക്കം അവരെ അറസ്റ്റ് ചെയ്യാനും ചോദ്യം ചെയ്യാനും സാർ എനിക്ക് പെർമിഷൻ തരണം. നോ, ലോക്കപ്പിൽ താൻ ഇടിച്ചു പറയിച്ച കാര്യങ്ങൾ കോടതിയിൽ അവർ നിഷേധിക്കില്ല എന്നുള്ളതിന് എന്താ ഉറപ്പ്? ഇതിൽ പ്രതികളാക്കിയിരിക്കുന്ന വ്യക്തികളെ തനിക്ക് ശരിക്കറിയാമോ? അവരുടെ സ്ട്രെങ്തും സോഷ്യൽ സ്റ്റാറ്റസും? ഇവിടുത്തെ പോലീസ് കമ്മീഷൻ അടക്കം ഓച്ചാനിച്ച് നിൽക്കുന്ന നാട്ടിലെ പ്രമാണിമാര്. ബൽറാം, അവരെ പേടിച്ചല്ലേ സാർ ഈ പ്രതികളെ വിട്ടുകൊടുത്തത്? പണവും സ്വാധീനവും ഉപയോഗിച്ച് തേഞ്ഞിക്കൽ ലഹള നടത്തിച്ചത് എന്റെ അന്വേഷണത്തിൽ ഈ സംഘമാണ്, അല്ലാതെ അതൊരു വർഗീയ കലാപമായിരുന്നില്ല. അടിസ്ഥാനമില്ലാതെ വാദിച്ചാൽ പോരാ. Can you prove that? സത്യമാണ് സർ. സത്യം കണക്കിലെടുത്ത് കോടതി ശിക്ഷ വിധിച്ചിരുന്നെങ്കിൽ ഈ ഉടുപ്പിട്ടുകൊണ്ട് താൻ എന്റെ മുന്നിൽ നിൽക്കില്ലായിരുന്നു. ഒരു ക്രിമിനൽ പുള്ളിയായിരുന്നെങ്കിലും സത്യരാജിനെ താനല്ലേ വെടിവെച്ചു വന്നത്? പലരുടെയും മുന്നിൽ വെച്ച് താൻ അയാൾക്ക് നേരെ നിറയൊഴിച്ചിട്ടും പ്രോസിക്യൂഷന് കുറ്റം കോടതിയിൽ തെളിയിക്കാൻ കഴിഞ്ഞില്ലല്ലോ. സംശയത്തിന്റെ ആനുകൂല്യത്തിൽ താൻ രക്ഷപ്പെട്ടു. അതിനു മുമ്പ് ഇയാൾ തന്നെ കോളേജിൽ പഠിച്ചിരുന്ന ഒരു ബ്രാഹ്മണൻ. പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ്, പ്ലീസ്. ഹലോ, കോടതിയെ ബോധ്യപ്പെടുത്താൻ എവിഡൻസ് വേണം. ഐ മീൻ സിമന്റഡ് പ്രൂഫ്. ഇത്തരത്തിലുള്ള വലിയവർക്കെതിരായി ആക്ഷൻ എടുക്കുമ്പോൾ പ്രത്യേകിച്ച് യുനോ വി ആർ വാക്കിംഗ് ഓൺ എ റൈസേഴ്സ് എഡ്ജ്. സൂക്ഷിക്കണം, എടുത്തിയാടിയാൽ നമ്മളാവും പെടുക. താൻ ഇതിൽ പറയുന്ന ഒരു അന്വേഷിക്കും. സഹദേവൻ അറിയില്ലേ, ഇവിടുത്തെ പാർട്ടിയുടെ സർ. അയാൾ തന്ന ലിസ്റ്റാണ്. ഹലോ, ഞാനൊന്നും അറിയില്ല സാർ. രണ്ടു ദിവസം പറയാനല്ലേ പറഞ്ഞേ, എന്തിടിക്കുന്നു? എന്നെ കൊല്ലല്ലേ സാർ. നിന്നെ ആരും ഒന്നും ചെയ്യില്ല. ഇനി ഇവനെ തൊട്ടുപോകരുത്. മുരുകൻ സാർ പ്രത്യേകം പറഞ്ഞു ഇടിച്ചു കലക്കാൻ. ഇടിച്ചു കലക്കി ഇവൻ ചത്തുപോയാ നിന്നെ രക്ഷിക്കാൻ ആ നാറി വരുവാ. ഇടിയറ്റ്. ഇൻസ്പെക്ടറല്ലേ? ഇരിക്കൂ. നീ ചാടുപടി, കേട്ടും പറ്റില്ല. നിന്റെ ഒരു കാണാൻ ഒരാൾ വന്നിരിക്കുന്നു. ഈടിയോടെ ബാക്കി ഞാൻ വന്നിട്ട്. ആരല്ലേ വന്നേ? ഇൻസ്പെക്ടർ. എസ് ഐ ആണ് ഞാൻ. ബൽറാം സാറിനാണോ അന്വേഷിക്കുന്നത്? അതെ. സാർ ഇല്ലെന്ന് തോന്നുന്നു. നോക്കൂ പ്ലീസ്. കൃഷ്ണ
ഉല്ലാസിലാണല്ലേ? എന്താ? അല്ല, ലീലാമ്മ അന്വേഷിച്ചെന്ന് പറഞ്ഞു. നിങ്ങളെ അല്ല, ബൽറാം സാറിനെയാണ് അന്വേഷിച്ചത്. അദ്ദേഹം അവിടെ ഇല്ലേ? ഇല്ല. നിൽക്കൂ. എവിടെ പോയതാണ് അദ്ദേഹം? അറിയില്ല. അച്ഛനിപ്പോ വരാം. സിസ്റ്ററോട് കാര്യം പറയട്ടെ. സിസ്റ്റർക്ക് ഇപ്പോഴത്തെ എന്റെ സിറ്റുവേഷൻ അറിയാലോ. രാത്രി പോലും കോട്ടയത്തിൽ എത്താൻ നോക്കില്ല. അവിടേക്ക് ഇവളെ കൊണ്ടുപോയാല് ഇല്ലെങ്കിൽ കുട്ടിക്ക് സങ്കടാവും. അവളുടെ കൂട്ടുകാരെല്ലാം പോയി. എനിക്കും ഇല്ലേ സിസ്റ്റർ വിഷമം. പ്ലീസ് ഒരു 2 ദിവസത്തേക്ക് എങ്ങനെയും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. ശരി. മോളെ അച്ഛൻ പിന്നെ കൊണ്ടുപോകാം കേട്ടോ. അമൃത, ഇങ്ങ് വരൂ. നല്ല അടിയിട്ടു നിനക്ക്. അച്ഛനോടെ കാത്തിരിക്കുക. എനിക്ക് ബോർഡിങ്ങിൽ പോകണ്ട, അമ്മയുടെ കൂടെ മതി. മോൾ ഇവിടെ നിന്നോട്ടെ. കഷ്ടാണേ, ബോർഡിങ്ങിൽ ഒറ്റയ്ക്ക് എന്തിനാ അയക്കണേ? നീ ലാളിച്ച് ചീത്തയാകാതിരിക്കാൻ വേണ്ടി അല്ലേ മോളെ? അമ്മ എനിക്ക് പോണ്ട. സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്. എവിടെയാണ് നിന്റെ അമ്മ? പോയി വിടണം. അമ്മേ, അച്ഛൻ വന്നു. അച്ഛൻ കുടിച്ചിട്ടുണ്ടോ മക്കളെ? ദൈവമേ, ഈ മനുഷ്യനെ കൊണ്ട് ഞാൻ തോറ്റു. അയ്യോ, അയലത്തുകാരെ കൊണ്ട് പറയിപ്പിക്കല്ലേ. നിങ്ങൾക്ക് എന്തുവാ വേണ്ടേ? നീ സ്റ്റേഷൻ ലെസ് ആണെങ്കിൽ ഞാൻ ഈ വീട്ടിലെ DGP ആണെന്ന് ഓർത്തോ. ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ്. എനിക്ക് അടുക്കള വേറെ ജോലിയുണ്ട്. നിനക്ക് എന്റെ ക്വസ്റ്റ്യനും കഴിഞ്ഞിട്ട് പോയാൽ മതി. മറ്റുള്ളവരുടെ മുമ്പ് വെച്ച് നിനക്ക് എന്നെ കൊച്ചാക്കണം, എന്നെ ഒരുമാതിരി കുഞ്ഞിരാമനാക്കണം. ഞാനിത് സഹിക്കാൻ തുടങ്ങി കുറെ കാലമായി. കള്ളു കുടിച്ചാൽ നിങ്ങൾക്ക് അങ്ങനെ പലതും തോന്നും. ഇല്ലടി, ഈ ഫീലിങ്സ് കൊണ്ടാണ് ഞാൻ കള്ളു കുടിക്കുന്നത്. എന്നെ വിളിച്ചു വരുത്തി സല്യൂട്ട് അടുപ്പിച്ച് നിന്നെ സാറാരെന്ന് വിളിപ്പിച്ച് എന്നിട്ട് എനിക്ക് കോൺസ്റ്റബിൾ സുധാകരനല്ല ഇൻസ്പെക്ടർ ബലറാമിനെയാണ് കാണേണ്ടത്. എന്നെ എനിക്ക് വേണ്ട ലേഡി. നീ വെറും PC സാധാ കോൺസ്റ്റബിൾ ആയിരുന്ന കാലത്ത് എനിക്ക് എഴുതിയ കത്തുകൾ ഇപ്പോഴും എന്റെ പെട്ടിക്കകത്ത് കാണും. എഴുതി എഴുതി എന്നെ കിടക്കി മയക്കി എടുത്തിട്ട് ഇപ്പോ പിള്ളേര് കേൾക്കാൻ നിങ്ങൾ ഈ വൃത്തികേട് പറയാതെ. കേക്കിത്തടി നാട്ടുകാർ മുഴുവൻ PC ദാക്ഷായണി SI ദാക്ഷായണി ആയത് വോളിബോൾ കോർട്ടിൽ പന്ത് ഉയർത്തി കൊടുത്തിട്ടല്ലേ, അല്ലാതെ നിന്റെ മെറിച്ചോണ്ടല്ലോ. അല്ല, സമ്മതിച്ചു. പോലീസ് ടീമിൽ ഏലമ്മ ഏലിയാമ്മ ആയില്ലെങ്കിലും നീ പൊക്കിയ പന്തിന് പകരം ഡിപ്പാർട്ട്മെന്റ് നിന്നെ പൊക്കാനാവുണ്ടായി. അതുകൊണ്ട് ഇയാൾക്ക് എന്തോ നഷ്ടം വന്നു? ഈ കായിക പ്രതിഭയ്ക്ക് ഇപ്പൊ സുധാരണ വേണ്ട, ഇൻസ്പെക്ടർ ബലറാം മതി. കൂടി പോകുന്നു. എങ്കിൽ ബലറാമിന്റെ കൂടെ ക്വാർട്ടേഴ്സിൽ പോയി പുറത്തോടെ നീ. അയ്യോ, ഇത് ഞാൻ സാറിനോട് പറയാൻ പേടിപ്പിക്കാടി. എന്താ അവനൊരു ചൊരണ്ടോ? എടി ഇൻസ്പെക്ടർ ബലറാം നാട്ടുകാരെ വിളിക്കുന്ന പോലെ കരടി ബാലുവാണെങ്കിൽ ഈ സുധാകരൻ വ്യാക്രമാണടി. വ്യാക്രം കൂർക്കപ്പന്നിന്ന് പറ. റോഡിലെ കാട്ടം തിന്നുന്ന. എന്താണ് അവള് പറഞ്ഞ? റോഡിലെ കാട്ടം തിന്ന് നടക്കുന്ന കൂർക്കപ്പന്നിന്ന്. പന്നിന്ന എന്ന് പറഞ്ഞ അവള്? അമ്മേ, അച്ഛൻ തോക്കെടുത്തു. എന്റെ ദൈവമേ, അയ്യോ, അതിന് നിറയുണ്ട്. നിങ്ങൾ അതും വെച്ച് കൊല്ലൂരെ എല്ലാത്തിനെയും മൂന്നിനെയും കൊണ്ട് ഞാൻ ചാവും. ദൈവത്തെ ഓർത്തരുതേ. നിങ്ങൾ ബോധമില്ലാതെ വല്ലതും. ഇല്ലേ, നിന്റെ ഉദ്യോഗം മേലായിട്ട് സഹിച്ച് അടിമയെ പോലെ അനുസരിച്ച് ജീവിക്കുന്ന ആരും വേണ്ട. ഞാൻ അനുസരിച്ചോളാം. നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ. ഉറപ്പാണ്? ഇങ്ങോട്ട് മാറിക്കണേ, മാറിക്കാൻ. അറ്റൻഷനിൽ സല്യൂട്ട്.
ഞാൻ പ്രീതി കൃഷ്ണ, കൃഷ്ണ ജുവല്ലേഴ്സിലെ. അറിയാം. എന്തിനാ ഇവിടെ വന്നത്? 2 തവണ സ്റ്റേഷനിൽ വന്ന് അന്വേഷിച്ചു. അതിന്റെ ആവശ്യമുണ്ടായിരുന്നു. സാർ, തക്കതായ തെളിവുകൾ ഉണ്ടായിട്ടും എന്റെ അച്ഛന്റെ കൊലയുമായി ബന്ധപ്പെട്ടവർക്കെതിരെ ഇതുവരെ നിങ്ങൾ ഒരു ആക്ഷനും എടുത്തില്ല. കുറ്റപ്പെടുത്തുകയല്ല, ഓരോ സ്റ്റേറ്റിലും ദിവസവും നടക്കുന്ന കൊലകളുടെ എണ്ണം പത്രങ്ങളിൽ വരാറില്ലേ? വെറും എണ്ണങ്ങൾ മാത്രം. അവർക്ക് പേരില്ല, വിലാസങ്ങളില്ല. ആ തരത്തിൽ വെറും ഒരക്കമാവരുത് എന്റെ അച്ഛനും. എന്താ താൻ പറഞ്ഞു വരുന്നത്? ഐ എം നോട്ട് ആസ്കിംഗ് യു എനി ഫേവർ. മൈ ഓൺലി റിക്വസ്റ്റ് ടു യു ഈസ് ആസ് എ പോലീസ് ഓഫീസർ, പ്ലീസ് ഡു യുവർ ഡ്യൂട്ടി സർ. കാലത്തെ വിളിച്ചോണത്ത് നീ എന്നെ ഡ്യൂട്ടി പഠിപ്പിക്കണം. സോറി സർ, പ്ലീസ് സീ മൈ പൊസിഷൻ. പോലീസ് ആ കേസ് അന്വേഷിക്കുന്നുണ്ട്. കൂടുതൽ വലുതും പറയാനുണ്ടെങ്കിൽ സ്റ്റേഷനിൽ വരൂ. ഇവിടെ വെച്ച് ഞാനൊന്നും കേൾക്കില്ല. ഡിപ്പാർട്ട്മെന്റ് എൻക്വയറിയിൽ എനിക്ക് വിശ്വാസമില്ല. പ്രതികൾ പണവും സ്വാധീനമുള്ളവരാണ്. ഇവിടുത്തെ പോലീസ് കമ്മീഷണർക്ക് വരെ ഈ കൊലയുമായി ബന്ധമുണ്ടെന്ന് ഞാൻ സംശയിക്കുന്നു. നീ എവിടുത്തെ മറ്റവളായിരുന്നാലും ശരി, എന്റെ സീനിയർ ഓഫീസേഴ്സിനെ കുറ്റം പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല. ആ ഓഫീസറെ കുട്ടിക്കാലം തൊട്ടേ അങ്കിളെന്ന് വിളിച്ച് വളർന്നോളാം ഞാൻ. എന്റെ അച്ഛനോടൊപ്പം ചീട്ട് കളിക്കാനും വിസ്കി കഴിക്കാനും ദിവസേന വീട്ടിൽ വന്നിരുന്ന ഏക ഫാമിലി ഫ്രണ്ട്. ആ ആൾ എന്റെ അച്ഛൻ ക്രൂരമായി കൊല്ലപ്പെട്ടിട്ടും എന്തുകൊണ്ട് ശവം പോലും കാണാൻ വന്നില്ല? എന്തുകൊണ്ട് ഇന്ന് വരെ ഫോണിൽ വിളിച്ച് ഒരു വാക്കെങ്കിലും പറഞ്ഞെന്നെ ആശ്വസിപ്പിച്ചില്ല? അതൊന്നും ഞാൻ അന്വേഷിച്ചിട്ടില്ല. സാർ അന്വേഷിക്കണം. ഈ കൊലയുമായി ബന്ധപ്പെട്ടവരെന്ന് ഞാൻ സംശയിക്കുന്ന ആളുകളുടെ പേരുകൾ ഇതിലുണ്ട്. കാരണം ഡീറ്റെയിൽ ആയി എഴുതിയിട്ടുണ്ട്. സാർ വായിക്കണം. നീ കൽപ്പിക്കണം. അപേക്ഷിക്കുകയാണ്. അതിനുവേണ്ടി എത്ര പണം വേണം എടുത്തോളൂ. പോരെങ്കിലും എന്റെ അച്ഛന്റെ മുഴുവൻ സമ്പാദ്യവും. നിന്റെ പണം കണ്ട് വാലാട്ടി അനുസരിക്കുന്ന പട്ടികളാണ് ഇവിടുത്തെ മുഴുവൻ പോലീസുകാരെന്ന് നീ കരുതിയോ? ഇറങ്ങി പോയിക്കോ, അല്ലെങ്കിൽ കൈക്കൂലി തന്നെ എന്നെ സ്വാധീനിക്കാൻ ശ്രമിച്ചതിന് എനിക്ക് നിന്റെ പേരിൽ ആക്ഷൻ എടുക്കേണ്ടി വരും. കൊലയാളികളെ വെറുതെ വിട്ട് ഈ ചെറിയ തെറ്റിന് എന്നെ ശിക്ഷിക്കുന്ന ധീരതയല്ല. ഇയാൾ അത്രയ്ക്ക് പ്രിൻസിപ്പൾ ഉള്ള ആളാണെങ്കിൽ മുഖം നോക്കാതെ ശുപാർശ കേൾക്കാതെ സത്യസന്ധമായ ഒരു അന്വേഷണത്തിന് ധൈര്യമുണ്ടോ? ആണത്തുണ്ടോ? എടി പൊടിയെന്നും മറ്റും വിളിക്കുന്ന സൂക്ഷിച്ചു വേണം. എന്ത് വിളിക്കണോ ഇതിനെ? അസഭ്യം കേട്ടാ സുഹിക്കുന്ന ചില സ്ത്രീകളുണ്ടാവും. ഞാൻ ആ കൂട്ടത്തിൽപ്പെട്ടതല്ല. ഓ, നീ വലിയ പൊടിച്ചൂലേ. ആ പേര് വിളിക്കേണ്ടത് എന്നെയല്ല. നാട് നിങ്ങൾ തൂത്തുവാരി ഒരുത്തി ഉണ്ടായിരുന്നല്ലോ. നിങ്ങൾ കൂടെ പൊറപ്പിച്ച നിങ്ങളുടെ അതെ, ഇന്നലെ തീരെ ബോധമില്ലാണ്ട് വന്ന് കയറിയതുകൊണ്ടാ ഞാൻ പറയാതിരുന്നത്. ഞാൻ ജോലി ചെയ്യുന്നിടത്ത് മുതലാളി പിള്ളസാറിനോട് കടം വാങ്ങിച്ചതാ. എന്തിന്? വക്കീൽ ഫീസ് കൊടുക്കണ്ടേ? ഞാൻ പറഞ്ഞോ? വക്കീൽ ഗുമസ്തൻ പറഞ്ഞിരുന്നു അയാൾ ഇവിടെ പലതവണ വന്നത് കേസിന്റെ കാര്യത്തിനല്ല, കൊടുക്കാനുള്ള കാശിനായിരുന്നെന്ന്. ഇനിയും ബാക്കി നിർത്തിയാൽ വക്കീൽ കോടതിയിൽ ഹാജരാവില്ലെന്നും പറഞ്ഞു. അങ്ങനെ പറഞ്ഞോ? ഓ പൊട്ടി. ഓ, പലിശ ഇല്ലാതെ മുതലാളി തന്നത്. എന്തായാലും തിരിച്ചു കൊടുക്കണ്ടേ? കേസ് ജയിച്ച ജോലി തിരിച്ചു കിട്ടില്ലേ? അപ്പൊ പിടിച്ചു വെച്ച ബാക്കി ശമ്പളം മുഴുവനും കിട്ടുമല്ലോ. കേസ് ജയിക്കുമെന്ന് എന്താ ഉറപ്പ്? ഒരു ഇന്റർനാഷണൽ ക്രിമിനലിനെ ഞാൻ കൊന്നത്. ചത്തവന് വേണ്ടി ലക്ഷങ്ങൾ ചെലവിടാൻ ഇവിടെ അവന്റെ കൂട്ടുകാരുണ്ട്. ഈ കേസ് ഞാൻ ജയിക്കില്ല. അയ്യോ, അങ്ങനെ പറയരുത്. എന്നിട്ട് നിനക്ക് കടം തരാൻ ആളുണ്ട്. കൊല്ലങ്ങളോളം ഇൻസ്പെക്ടറായിട്ട് ജോലി ചെയ്തവനാ ഞാൻ. ഒരു തിടുക്കം വന്നപ്പോ 10 രൂപ സഹായിക്കാൻ ഒരു നാറിയില്ല. നീ പഴയ തൊഴിലിൽ നിന്ന് റിട്ടയർ ചെയ്തു, ഒരുത്തനെ കെട്ടി. എന്നിട്ട് നിന്നെ സഹായിക്കാൻ ഇപ്പോഴും ആളുണ്ട്. ഏതോടെ ഈ പുതിയ കസ്റ്റമർ? അങ്ങനെ പറയരുത്. സത്യമായി ഞാൻ ജോലി ചെയ്യുന്നിടത്തെ മുതലാളിയാണ് ഇത് തന്നത്, കൃഷ്ണപിള്ള സാർ. 600 രൂപ ശമ്പളത്തിന് അവിടെ കൊണാപ്പിക്കുന്ന നിനക്ക് 10,000 രൂപ കടം തരണമെങ്കിൽ നീ അവിടെ ഉടുപ്പ് തയ്ച്ചു കൊടുക്കുന്നോടി, അതോ അയക്ക് വേണ്ടി ഉടുപ്പ് അയച്ചു കൊടുക്കുന്നോടി? അനാവശ്യം പറയരുത്.
അതിന്റെ ബാക്കി ഇനി അവന്. എടാ നാറി, ഗതിയില്ലെങ്കിലും ഭാര്യയെ വിറ്റ് ജീവിക്കുന്നവനല്ലടാ ഞാൻ. കൊള്ളാവുന്ന പെമ്പിള്ളേരെ വശത്താക്കാൻ അവന്റെ ഒരു തകായ കടയക്കരി വന്ന് തെമ്മാടിത്തം കാണിച്ചാൽ നിന്നെ ഞാൻ. നീ എന്ത് ചെയ്യണോ പൊട്ടി? ഒന്നുകളെ വൃത്തികേട് കാണിക്കുന്നില്ല, അതിന് വേണം. തന്റെ ഭാര്യയുടെ സൗന്ദര്യം കണ്ടിട്ടല്ല മിസ്റ്റർ പിള്ള അവർക്ക് അവിടെ ജോലി കൊടുത്തത്. ഞാൻ ശുപാർശ ചെയ്തിട്ടാണ്. കേസും കോടതിയും റിമാൻഡുമായി കഴിയുന്ന തന്നെ സഹായിക്കാൻ. അയാൾ ഈ പണം കടം തന്നത് ഞാൻ പറഞ്ഞിട്ടാ. ഇനി ആ പിള്ളയുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും? മനുഷ്യന് പ്രയാസങ്ങൾ വരും, അതിനെ നേരിടാൻ ഭ്രാന്ത് കാണിച്ചിട്ട് കാര്യമില്ല. കീപ് യുവർ എക്സെൻട്രിസിറ്റി വിത്ത് യു. പൊയ്ക്കോ. ഞാൻ പിഴച്ചവളാണെന്ന് അറിഞ്ഞുകൊണ്ടല്ലേ നിങ്ങൾ എന്നെ കല്യാണം കഴിച്ചത്? വേണ്ടെന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ചല്ലേ എന്റെ കഴുത്തിൽ താലി കെട്ടിയത്? സുഖം മോഹിച്ചല്ല ഞാൻ നിങ്ങളോടൊപ്പം വന്നത്. ജോലിയും ശമ്പളവും ഇല്ലാതെ കഴിയുന്ന നിങ്ങളോടൊപ്പം എങ്ങനെ കഴിയേണ്ടി വരുമെന്ന് എനിക്കറിയാമായിരുന്നു. പട്ടിണിയും ദാരിദ്ര്യവും സഹിക്കാൻ സർ. പക്ഷേ ഈ തരത്തിൽ ഇനിയും എന്നെ സംശയിച്ചാൽ പിന്നെ ഞാൻ ജീവിക്കില്ല. സാർ, സാറിന് വേണ്ടി ഞാൻ പലയിടത്തും വാദിക്കാറുണ്ട്. ബൽറാം സാർ മറ്റ് സിഐമാരെ പോലെയല്ല, ഡീസന്റ് ആണ്, കൈക്കൂലി വാങ്ങാറില്ല, കുടിക്കുകയാണെങ്കിലും കണ്ടവന്റെ ചക്കാത്തടിക്കില്ല, തെമ്മാടുത്തുമില്ല, വ്യഭിചാരമില്ല. അല്ല, കുറച്ചു മുമ്പ് ഇവിടുന്ന് ഇറങ്ങിപ്പോയാ കുഴപ്പമില്ല, കൊള്ളാം. സാർ അറിഞ്ഞാണില്ല ഞങ്ങളുടെ പോലീസ് അസോസിയേഷന്റെ തീരുമാനം സർക്കാർ അംഗീകരിച്ചത്. പണ്ടത്തെ പോലെ മേലുദ്യോഗസ്ഥന്മാരുടെ വീട് പണി ചെയ്യാനും തെരുവിളി കേൾക്കാനും കോൺസ്റ്റബിൾമാരെ കിട്ടില്ല. നിറാസ്കർ എന്ന് വല്ലതും വിളിച്ചാ നീ എന്ത് ചെയ്യണോ പൊട്ടി? എവിടേക്കാണ് പോകണ്ടെന്ന് പറഞ്ഞില്ല. കമ്മീഷണർ വീട്ടിലേക്ക്. കാപ്പി എടുത്ത് വരും. കാപ്പിയും പലഹാരം എല്ലാം വെട്ടി വിഴിക്കോ. വിശപ്പിന് ഡ്രൈവറിനും ഇൻസ്പെക്ടറിനും കമ്മീഷനും എന്നുള്ള വ്യത്യാസമില്ല. രാവിലെ തൊട്ട് ഇവിടെ. പ്രീതി നിന്നെ കാണാൻ വന്നിരുന്നോ? സാർ, ആ പെണ്ണിന് വട്ടാണ്. പിള്ളയ്ക്ക് കള്ളക്കടത്തുകാരുമായി കണക്ഷൻ ഉണ്ടെന്ന് അറിഞ്ഞ മുതൽ ഞാൻ ആ ഫ്രണ്ട്ഷിപ്പ് വിട്ടു. പിന്നീട് വീട്ടിൽ വെച്ച് അയാളുടെ സ്വർണം പിടിച്ചപ്പോ ഞാൻ ഒറ്റുകൊടുത്തെന്നായി പരാതി. ഇപ്പോ കൊലയാളി. അന്നത്തെ റെയ്ഡിൽ കസ്റ്റംസ് കേസ് ചാർജ് ചെയ്തത് മറ്റൊരാളുടെ പേരിലായിരുന്നല്ലോ സർ. ഇവിടെ വാടക പ്രതികൾക്കാണോ ക്ഷാമം? കാശ് കൊടുത്താൽ ഏത് കുറ്റം കേൾക്കാനോ ആളിനെ കിട്ടും. അവളുടെ ഭ്രാന്തി കേട്ട് ഇറങ്ങിയാൽ നമ്മുടെ വഴി തെറ്റും. ഇത്ര അഡമന്റ് ആയിട്ട് പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ തീരെ അവോയ്ഡ് ചെയ്താലും കുഴപ്പമില്ല സർ. അവൾ വല്ല പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേഷനും അപേക്ഷിച്ചാൽ then you proceed. ഡെയിലി ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് തന്നെ കാണിക്കണം. സർ. പാലുവിന് പ്ലേറ്റ് വെക്കും. വേണ്ട സർ. സുധാര, താനവിടെ പോവാ? മറ്റുള്ളവർ മനുഷ്യരാണ്. കാലത്ത് പച്ചവെള്ളം പോലും കഴിക്കാൻ സാറിന്റെ അടുത്തേക്ക് വന്നത്. അവിടെ ഒന്നും തന്നില്ല. കമ്മീഷണർ വീട്ടിലും എന്നെ പുറത്ത് നിർത്തിയിട്ട് സാർ വെട്ടി വിഴുങ്ങില്ലേ? അങ്ങനെ പട്ടിണി കിടന്ന് ജോലിയാണെന്ന് നോക്കില്ല. താനെ തിരക്കൊണ്ടേ പൊക്കോ, എനിക്ക് എന്തെങ്കിലും കഴിക്കണം. കൃഷ്ണേട്ടാ, അന്വേഷണം പുട്ടുപോയി കട്ടിലേ. കാശില്ല, ഇപ്പോഴേ പറഞ്ഞേക്കാം, പൈസ എടുത്തിട്ടില്ല. ഇവിടെ എന്താ വേണ്ടി? അവിടെ കൊടുത്തു തന്നെ മതി. സാറും ഒന്നും കഴിച്ചില്ലായിരുന്നു അല്ലേ? സോറി. പ്രീതിയില്ലേ? ഉണ്ട് സാർ, വിളിക്കാം.
ഐ എം സോറി. നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രശ്നങ്ങളും മനപ്രയാസങ്ങളും മനസ്സിലാക്കാതെ ഞാൻ പെരുമാറിപ്പോയിട്ടുണ്ട്. മുഖം നോക്കാതെ, ശുപാർശ കേൾക്കാതെ സത്യസന്ധമായി കേസ് അന്വേഷിക്കാൻ ചുണയുണ്ടോ എന്ന് ചോദിച്ചില്ലേ പ്രീതി? ഞാൻ ഏറ്റിരിക്കുന്നു. ഐ ടേക്ക് ദ ചാലഞ്ച്. ഇരിക്കൂ സർ. പ്ലീസ്. പ്രീതി തന്ന സ്റ്റേറ്റ്മെന്റ് ഞാൻ വായിച്ചു. കൊലയാളി ഇന്നയാളാണെന്നും പ്രേരണ ഇന്ന സോഴ്സിൽ നിന്നാണെന്നും അതിൽ ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. ഊഹം തെറ്റായിക്കൂടെ? ഞാൻ എഴുതിയത് മുഴുവൻ സത്യമാണ് സർ. സത്യത്തിന് പല മുഖങ്ങളുണ്ടല്ലോ. പ്രീതിയുടേത് ഒരു വേർഷൻ മാത്രമാണ്. വർഷങ്ങളായിട്ട് എനിക്ക് എന്റെ കമ്മീഷണർ അറിയാം. ഒരു മേലുദ്യോഗസ്ഥൻ എന്നതിൽ കവിഞ്ഞ അടുപ്പം എനിക്ക് അദ്ദേഹമായിട്ടുണ്ട്. ആ ആളിനെ വിശ്വസിക്കേണ്ട കാര്യമില്ല. പ്രീതിയുടെ അച്ഛനുമായി പിണങ്ങാനുണ്ടായ കാരണം കമ്മീഷണർ എന്നോട് പറഞ്ഞു. എന്റെ അച്ഛൻ കള്ളക്കടത്തുകാരനാണെന്നല്ലേ? അന്ന് ഈ വീട്ടിൽ വെച്ച് പിടിച്ച സ്വർണം ഞങ്ങളുടേതാണെന്നും പറഞ്ഞു കാണും. മേലുദ്യോഗസ്ഥന്റെ വാക്കുകളല്ലേ സാറ് വിശ്വസിക്കൂ? മറിച്ച് തെളിയിക്കാൻ സാക്ഷികളില്ല. സഹായിക്കാനുണ്ടെന്ന് കരുതിയവർ തന്നെ ഈ കള്ളം പ്രചരിപ്പിക്കുമ്പോൾ സത്യം ഒരിക്കലും പുറത്തു വരില്ല. സാർ ഇവിടേക്ക് വരുമെന്ന് കരുതിയതല്ല. കണ്ടപ്പോ ആശ്വാസമായിരുന്നു, ഒരു പുതിയ ജീവൻ കിട്ടിയതുപോലെ. പക്ഷെ ഇനി എനിക്കൊന്നും പറയാനില്ല. എനിക്ക് പരാതിയില്ല. അങ്ങനെയാണെങ്കിൽ എനിക്കിവിടെ വരേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. പ്രീതിയുടെ മൊഴിയെടുക്കാനാണ് ഞാൻ വന്നത്. പറയും. ടിക്രൂസ് ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷം ഭീഷണിപ്പെടുത്തിയ കാര്യം പലതവണ ഞാൻ കമ്മീഷനെ കണ്ട് പറഞ്ഞു. അദ്ദേഹം ഒഴിഞ്ഞു മാറി. അച്ഛൻ മരിച്ചപ്പോഴും ഞാൻ സഹായത്തിന് വേണ്ടി ആദ്യം ചെന്നതും കമ്മീഷന്റെ അടുത്തേക്കായിരുന്നു. വീട്ടിലും ഓഫീസിലും എന്നെ കടത്തിവിട്ടില്ല. കാണാൻ അനുവദിച്ചില്ല. പലരെയും കോണ്ടാക്ട് ചെയ്തു. ഫലം ഉണ്ടായില്ല. അച്ഛൻ്റെ അഡ്വക്കേറ്റ് പോലും എൻ്റെ വാക്കുകൾ വിശ്വസിച്ചില്ല. ഒടുവിലാണ് ഞാൻ സാറിനെ ക്വാർട്ടേഴ്സിൽ വന്ന് കാണുന്നത്. അതിലും എനിക്കുണ്ടായ അനുഭവം. അത് മറന്നേ പ്ലീസ്. ഈ ടിക്രൂസിന്റെ മുഴുവൻ പേരെന്താ? പറയും. ടിക്രൂസ് പെരേര.